ഹായ് ഗായ്സ്, ഒരു കുട്ടി വ്ലോഗ് ആയാലോ? കുറച്ച് നാളായിട്ട് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിട്ടോ, പ്രത്യേകിച്ച് അമ്മച്ചിയുടെ കൂടെ. എന്നെ സംബന്ധിച്ച് നമ്മളുടെ ഡെയിലി റേഷനിടയിൽ കുറച്ച് കാം ആൻഡ് സെറീൻ ഫീലിംഗ് ഒക്കെ തരാൻ പല ദേവാലയങ്ങളുടെയും ആ ഒരു ആംബിയൻസിന് കഴിയാറുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരുപാട് ആളുകൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരിടാണല്ലോ. അമ്പലങ്ങളിലാണെങ്കിൽ അവിടുത്തെ നാമജപവും മണിമുഴക്കവും ശംഖുവിളിയും ദ്രവ്യങ്ങളുടെയും പൂക്കളുടെയും മണവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് സ്റ്റിൽനെസ്സോ പീസോ ഒക്കെ കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, നമ്മൾ വളർന്നു വന്ന രീതിയുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ ആവാം. എനിവേസ്, നമ്മുടെ വിഷയം ചോറ്റാനിക്കരയാണല്ലോ. ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് അവധി ദിവസം ഭയങ്കര റഷ് ആയിരിക്കും എന്ന് കരുതി ഊബറൊക്കെ പിടിച്ചാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു തിരക്കുമില്ല, നല്ല ശാന്തമായ അന്തരീക്ഷം. മേടിച്ച് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. നമുക്ക് ചൂടാൻ മുല്ലപ്പൂ മേടിച്ച കൂടെ ഉള്ളിലേക്ക് വഴിപാടിനായി കുറച്ച് താമരപ്പൂക്കളും മേടിച്ചു. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുക. ആ പൂവിനോടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് വാങ്ങിയതാണ്. പക്ഷെ എനിക്കെന്തോ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി. കാരണം പൂക്കളുടെ ഇടയിൽ താമരയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ സ്ഥാനമുള്ള പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു റോയൽ വൈബ്. അതുപോലെ തന്നെ ചില സ്പെഷ്യാലിറ്റികളുള്ള ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര. ദേവീ ക്ഷേത്രമാണ് കേട്ടോ. ആദിപരാശക്തി എന്നാണ് പറയുക. ഒരേ പ്രതിഷ്ഠയെ തന്നെ, അതായത് ഒരേ ദേവിയെ തന്നെ 3 രൂപത്തിലാണ് ഇവരെ ആരാധിക്കുക. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകിട്ട് ദുർഗയായും. ക്ഷേത്രത്തിൽ 2 ദേവീ സ്ഥാനങ്ങളാണ് ഉള്ളത്. ഒന്ന് മേൽക്കാവും ഒന്ന് കീഴ്ക്കാവും. മേൽക്കാവിലാണ് ഈ പറഞ്ഞ പ്രധാന പ്രതിഷ്ഠ ഉള്ളത്. കീഴ്ക്കാവിലെ ഭദ്രകാളി ദേവീനെയാണ് ആരാധിക്കുന്നത്. എന്തെങ്കിലും കൈൻഡ് ഓഫ് മെന്റൽ ഡിസ്ട്രസോ ഈവിൽ ഇൻഫ്ലുവൻസസോ ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പ്രത്യേകമായും കീഴ്ക്കാവില് തൊഴാറുണ്ട്. അക്കാണുന്നതാണ് കീഴ്ക്കാവ്. വലിയ തിരക്കൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ 2 തൊഴുതു കഴിഞ്ഞു. കുറച്ചു നേരോടെ അമ്പലപരിസരത്ത് സ്പെൻഡ് ചെയ്തിട്ട് പോവാന്ന് കരുതി നടക്കുകയാണ്. കുളവും ആലും ഉപദേവതകളും തുലാഭാരവും അങ്ങനെ കാണാനും അറിയാനും ഒരുപാടുണ്ട്. കൂട്ടത്തിലൊരു ആനക്കുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഏരിയയിൽ മുഴുവൻ കൈ നോക്കുന്ന അമ്മമാരുടെ ബഹളായിരുന്നോണ്ട് തന്നെ അങ്ങോട്ട് പോയില്ല. മാത്രമല്ല, പണ്ടൊരു ഹീറോയ്ക്ക് ഇമേജോടെ ആനയെ കണ്ടോണ്ടിരുന്നപ്പോൾ കൗതുകമൊന്നും ഇപ്പൊ ഇല്ല. സോയിനെ പോലെ ഒരു പാവം ജീവി, അത്രേ ഉള്ളൂ. ഒരു ഉണ്ണിയപ്പ പാക്കറ്റ് കൂടി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഉണ്ണിയപ്പവും പായസവും നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റുന്ന പ്രസാദമാണ്. ഉണ്ണിയപ്പം ഒരു പാക്കറ്റ് 50 രൂപയും പായസം 100 രൂപയാണെന്ന് തോന്നുന്നു. സോ നമ്മുടെ പരിപാടി കഴിഞ്ഞു, നമുക്ക് പോവാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞാ ഒരു ദോശയും ചായയും അത് നിർബന്ധ. അതുകൊണ്ട് ഒരു ദോശയും ചായയും കഴിച്ചിട്ട് നമ്മൾ തൃപ്പൂണിത്തറയുള്ള ബസ് പിടിച്ചു. ബസ് മാറി കയറാനാണെങ്കിൽ പോലും തൃപ്പൂണിത്തറ വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ആ ഒരു സ്ഥലം ഇറ്റ് ഫീൽസ് സോ സ്പെഷ്യൽ. സോ നമ്മുടെ എന്ത് പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു വാക്ക് വിത്ത് ദിവ്യ. ആൻഡ് എത്ര തിരക്കിനിടയിലും ഡു സംതിങ് ദാറ്റ് മേക്സ് യുവർ സോൾ ഹാപ്പി. താങ്ക് യു, ബൈ.